ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി റീൽസ് ഒക്കെ കണ്ടിട്ടാണ്. This is the Advanced Snail 96 Mucin Power Essence by Cosrx. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 months ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇത് ഹൈപ്പിനുള്ളത് ഉണ്ടോ, എപ്പോഴൊക്കെ യൂസ് ചെയ്യാന്നൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്. ഈ ഒച്ച് പോകുമ്പോ ബാക്കിൽ ഒരു ലിക്വിഡ് പോകുന്നുണ്ടല്ലോ, ഒരു ഒട്ടുന്ന, അതാണ് ഇത്. പക്ഷെ ഇത് ഡയറക്റ്റ് അല്ല നമുക്ക് തരുന്നത്. അത് എടുത്തിട്ട് അത് ഫിൽറ്റർ ഒക്കെ ചെയ്തിട്ട് ഒരു 96% ഇതിൽ ആ സംഭവം ഉണ്ട്. ബാക്കി 4% വേറെ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ആൻഡ് അവർ പറയുന്നുണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് ഒരു ഒച്ചിനെ പോലും കൊല്ലുന്നില്ലാന്ന്. ആൻഡ് ഇത് കൊറിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റും ആണ്. ഇനി ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ്, ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഹൈഡ്രേഷൻ തരുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞ് ഒത്തിരി നേരം ആ ഒരു ഹൈഡ്രേഷൻ നിൽക്കുന്നുണ്ട് ഫേസിൽ. ആൻഡ് ഫേസിലുള്ള ആക്നിയ മാർക്കുകൾ നന്നായിട്ട് ഇത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര വിസിബിൾ ആയിട്ട് എനിക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ബാരിയർ റിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ സ്കിന്നിന്റെ ബാരിയർ മോശമാണ്, കുറച്ചും കൂടി നന്നാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇറിറ്റേഷൻ ഒക്കെ ഉള്ള സ്കിന്നുകാരുണ്ടല്ലോ, പെട്ടെന്ന് റെഡ് കളർ വരിക, എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്ക് പെട്ടെന്ന് റിയാക്ഷൻ വരുന്നവർക്കൊക്കെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇത് ഏത് സ്കിന്നിനൊക്കെയാണ് പറ്റുമെന്ന് നോക്കാം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. എന്റേതിപ്പോ ഓയിലി സ്കിന്നാണ് എന്ന് വെച്ച് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാം. ഓയിലി ആയാലും ഡ്രൈ ആയാലും കോമ്പിനേഷൻ ആയാലും ഏത് സ്കിന്നുകാർക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് സ്നെയിലിന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് അലർജിക് ആണെങ്കിൽ, ചിലർക്ക് സ്നെയിലിനൊക്കെ തട്ടി പൊള്ളു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവര് യൂസ് ചെയ്യാണ്ടിരിക്കുക ഒന്ന്. ഇനി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അങ്ങനെയുള്ളവരായാലും അല്ലാത്തവരായാലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഞാനൊരു 1 day പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് നോക്കാം. ഞാൻ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാവേ. ഫസ്റ്റ് നമ്മളൊരു സിറം ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് സാധാരണ നമ്മൾ സിറം അബ്സോർബ് ആയതിനു ശേഷം മാത്രമേ അടുത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് അങ്ങനെ സിറം മൊത്തമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. ആ ഒരു ചെറിയ വെറ്റായിട്ടിരിക്കുന്ന ഫേസിലോട്ടാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്യുക, നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഫേസിൽ. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫേസിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് അബ്സോർബ് ആവാൻ നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇത് ഒത്തിരി ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഇതിന്റെ ഒരു ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസറോ സിറംസോ നിങ്ങൾക്ക് വേഗം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് നമുക്ക് ഏത് സിറത്തിന്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈവൻ റെറ്റിനോൾ ആയാൽ പോലും നിങ്ങൾക്ക് അതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ വേറെ സിറംസിന്റെ നിയാസിനമൈഡിന്റെ കൂടെ ഹൈലറോണിക് ആസിഡിന്റെ കൂടെ ഒക്കെ ഞാൻ യൂസ് ചെയ്തു, അപ്പോൾ ഒന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈവൻ റെറ്റിനോളിന്റെ കൂടെ വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത് ഏത് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ടൈമിലും യൂസ് ചെയ്യാം. ഇത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാൻ രാവിലെ യൂസ് ചെയ്യാറുണ്ട്, രാത്രി യൂസ് ചെയ്യാറുണ്ട്. ചില ദിവസം രാവിലെ മാത്രം യൂസ് ചെയ്യും, ചില ദിവസം രാത്രി മാത്രം യൂസ് ചെയ്യും. അങ്ങനെയൊന്നുമില്ല, ഇത് ഏത് ടൈമിലും യൂസ് ചെയ്യാം. ഇത് വേറെ പ്രൊഡക്റ്റ് പോലെ ഇത് AM യൂസ് ചെയ്ത് വെയിലത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഏത് ടൈമിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. സോ നമുക്കിനിത് ഹൈപ്പിനുള്ളത് ഉണ്ടോയെന്ന് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ എമൗണ്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാം 1000 ആണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. നമ്മൾ ഇപ്പോൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിത് ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ക്യാഷ് കണ്ടിട്ട് തന്നെയായിരുന്നു ഇത്ര കാലം ഞാൻ വാങ്ങിക്കാണ്ടിരുന്നത്. ആൻഡ് ഫൈനലി ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടമായി, കാരണം ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കാണാനും പറ്റുന്നുണ്ട്. ബട്ട് ഈ പ്രൊഡക്റ്റിന്റെ അതേപോലെ വർക്ക് ചെയ്യുന്ന ഇത്ര എമൗണ്ട് ഇല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള വേറെ പ്രൊഡക്ട്സും ഉണ്ട്. ഈ പ്രൊഡക്റ്റ് ഓക്കെയാണ്, ഹൈപ്പിനുള്ളതുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ ഈ സെയിം കാര്യങ്ങൾ തരുന്ന വേറെ പ്രൊഡക്റ്റ് ഇതിലും എമൗണ്ട് കുറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സോ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതിന് പകരമായിട്ട് വേറെ ഇത്ര എമൗണ്ട് ഇല്ലാത്ത വേറെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം.
എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ മേ ബി ഇനിയും വാങ്ങിക്കുമായിരിക്കാം. ഇതിപ്പോ ഒത്തിരി ഉണ്ട്. ഞാൻ 2 മാസം യൂസ് ചെയ്തിട്ടത് ഇത്രയേ പോയിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ യൂസ് ചെയ്യാം, എപ്പോൾ യൂസ് ചെയ്യാം, എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഹൈപ്പിനുള്ളതുണ്ടോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.